പ്രിയമുള്ളവരെ, വചനജ്വാല 1004 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 31 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകമായി നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥം യാചിക്കാം. ഈ ഒരു മാസം ജപിച്ച ജപമാലകളും പ്രത്യേക പ്രാർത്ഥനകളും ഒരു പുഷ്പഹാരമായി നമുക്ക് മാതാവിന് സമർപ്പിക്കാം. നമ്മളുടെ എല്ലാ നിയോഗങ്ങളും മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ മാതാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നു മുതൽ യൂദിത്ത് ആരംഭിക്കുകയാണ്. യൂദിത്ത് 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. നബുക്കദ്നേസറും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നബുക്കദ്നേസറിന്റെ 12ാം ഭരണവർഷം ആയിരുന്നു അത്. അർഫക്സാദ് രാജാവ് എഗ്ബത്തനായിൽ മേദിയയുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എഗ്ബത്താനായിക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുതൽ ഉയരവും 50 മുഴം വീതിയുമുണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നു പോകാനും കാലാൾപ്പടയ്ക്ക് നിരനിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബുക്കദ്നേസർ രാജാവ് റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാപ്സ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എമിലിയായുടെ രാജാവായ അറിയാക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു. അസിറിയക്കാരുടെ രാജാവായ നബുക്കദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ദമാസ്കസ്, ലെബനോണിന്റെ നേരെ കിടന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്രതീര പ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലയാദ്, ഉത്തര ഗലീലി, വിശാലമായ എദ്രോയിൻ താഴ്വര എന്നിവിടങ്ങളിലും സമരിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാനക്കര ജെറൂസലേം വരെയും ബദനി, കെലൂസ്, കാദഷ്, ഈജിപ്തിലെ നദീതീരം, തഫ്നാഹാസ്, റഹാസ് എന്നിവിടങ്ങളിലും താനിസ്, മെംഫിസ് എന്നിവയുൾപ്പെടെയുള്ള ഗോഷം പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ഇന്ന് നമ്മള് ആഗോള കത്തോലിക്ക സഭയിലെ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എലിസബത്ത് പുണ്യവതിയെ പരിശുദ്ധ ദൈവമാതാവ് സന്ദർശിക്കുന്ന ആ ദിനത്തെയാണ് നമ്മൾ ഇന്ന് ഓർക്കുക. തന്റെ ഇളമയായ എലിസബത്ത്
വാർദ്ധക്യത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തനിക്ക് ലഭിച്ച അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ 110 കിലോമീറ്റർ തിടുക്കത്തിൽ യാത്ര ചെയ്ത് മലമ്പ്രദേശങ്ങളിലൂടെ, പ്രത്യേകമായി കുന്നുകളും മലകളും പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് എലിസബത്തിനെ സന്ദർശിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. അതേ മാതാവിനെ വിളിച്ച് നമുക്ക് പ്രത്യേകമായി മധ്യസ്ഥം യാചിക്കാം. ഇന്ന് നമ്മൾ വണക്കമാസം, മെയ് മാസ വണക്കം അവസാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രത്യേകമായി നമുക്ക് മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് ഒരിക്കൽ കൂടി മാതാവിനോട് നമ്മളുടെ എല്ലാ കുറവുകളും നിറവുകളാക്കി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മാതാവിന്റെ നീല അങ്കി കൊണ്ട് നമ്മെ എല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം.